ഹായ്, ഏവർക്കും VBY ITയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ബേസിക് SMD. ബേസിക് SMDയുടെ പാർട്ട് 10 ആണ്. 10ാമത്തെ ക്ലാസ്സാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന SMDയിൽ ഉപയോഗിക്കുന്ന കമ്പോണൻസ്, സോൾഡറിങ് കമ്പോണൻസും അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൻ്റെ തുടർച്ചയായിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പാക്കേജസ് ഒക്കെ പറഞ്ഞു. അതിന് തുടർച്ചയായിട്ട് വരുന്ന ഭാഗമാണ് ഇനി അവിടെ ഉപയോഗിക്കുന്ന കമ്പോണൻസ് എന്തൊക്കെയാണ്, അതുപോലെ അവിടെ ഉപയോഗിക്കുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് ഫസ്റ്റ് പറയുന്നത് ക്വാഡ് ഫ്ലാറ്റ് പാക്ക് പിൻ ആൻഡ് ലീഡ് സ്ട്രെങ്തനിങ് ടൂൾ. അതായത് ക്വാഡ് ഫ്ലാറ്റ് പാക്കിൻ്റെ പിൻ അല്ലെങ്കിൽ ലീഡ് എന്ത് ചെയ്യുക, പിന്നും ലീഡും നമ്മൾ സ്ട്രെങ്തൻ ചെയ്യുന്ന ടൂള്. ദിസ് ഈസ് ആൻ എസെൻഷ്യൽ ക്വാളിറ്റി കൺട്രോൾ ടൂൾ ഫോർ പിൻ നമ്പർ വെരിഫിക്കേഷൻ അലോങ് വിത്ത് ബോഡി സൈസ് ആൻഡ് പിച്ച് ഓഫ് അൺനോൺ QFP കമ്പോണൻസ്. അതായത് ഒരു അൺനോൺ QFP കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ക്വാഡ് ഫ്ലാറ്റ് പാക്ക് കമ്പോണൻസിൻ്റെ അറിയാത്ത അതിൻ്റെ ബോഡി സൈസ് അനുസരിച്ച് അല്ലെങ്കിൽ പിച്ച് അനുസരിച്ച് അതിലുണ്ടാകുന്ന പിൻ നമ്പർ വെരിഫിക്കേഷൻ അല്ലെങ്കിൽ സ്ട്രൈറ്റനിങ് ടൂളാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് വർക്ക്സ് ആൻഡ് അലൈൻ ബെൻഡ് പിൻസ് ഓഫ് ഓൾ സൈസ് ഓഫ് QFP ആൻഡ് TQFPs ആൻഡ് കറക്റ്റ് കോപ്ലാനാരിറ്റി പ്രോബ്ലംസ്. ഇത് ചെയ്യുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ബെൻഡ് ലീഡ്സ്, അതായത് ബെൻഡ് വന്നിട്ടുള്ള പിൻസ് എന്ത് ചെയ്യുക, അതിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് സൈസ് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടും അത് QFP പാക്കേജിലും അതുപോലെ TQF പാക്കേജിലും ഒക്കെ ഉള്ള പിൻസിനെ കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെയാണ് എന്താണ് കോപ്ലാനാരിറ്റി പ്രോബ്ലം, അതായത് ഒരേ പ്ലെയിനിൽ ഉള്ള ആ പ്രോബ്ലംസ് തീർക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഈ സ്ട്രൈറ്റനിങ് ടൂൾ ഉപയോഗിക്കുന്നത്. ദ ലീഡ് സ്ട്രൈറ്റ്നർ ഹാൻഡിൽസ് ചിപ്പ് വിത്ത് ലീഡ് പെർ പിൻ പിച്ചസ് ഫ്രം 0.4 mm to 1 mm. ഇത് ചെയ്യുന്നത് ലീഡ് സ്ട്രൈറ്റ്നർ ചെയ്യുന്നത് എന്താണ് 0.4 mm മുതൽ 1 mm വരെ പിച്ചിലുള്ള ലീഡ്സിനെ സ്ട്രൈറ്റൻ ചെയ്യാൻ. ഇനി ഹോബി നൈഫ് നെക്സ്റ്റ് വരുന്നതാണ് ഹോബി നൈഫ്. ഈ ഹോബി നൈഫ് എന്ന് വി യൂസ് ദീസ് എക്സ്റ്റെൻസീവ്ലി വെൻ വർക്കിംഗ് വിത്ത് PCB. നമ്മൾ PCBയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, കൂടുതലായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. ദീസ് സ്മോൾ നൈഫ് വർക്ക് വെൽ ഫോർ കട്ടിംഗ് ട്രേസസ്, സ്ക്രാപ്പിംഗ് ഗ്രൗണ്ട് പോസ് ആൻഡ് ഗൈഡിംഗ് ഹെയർ ലൈക്ക് വയേഴ്സ് ഇൻ ടു ദെയർ പ്രോപ്പർ പ്ലേസ്. ഈ ഹോബി നൈഫ് എന്ന് പറയുന്ന വളരെ ചെറിയൊരു നൈഫ് നമ്മൾ ഉപയോഗിക്കുന്നത് PCBയിൽ ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ കട്ടിംഗ് ട്രേസ്, അതിൽ കട്ട് ചെയ്യാനും അതുപോലെ സ്ക്രാപ്പിംഗ് ഗ്രൗണ്ട് പോസ്, ചെറിയ ചെറിയ പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് സ്ക്രാപ്പ് ചെയ്യാനും അതുപോലെ ആ വയേഴ്സ് അതിനെ കറക്റ്റ് പ്ലേസിലേക്ക് അതിനെ പ്ലേസ് ചെയ്യിക്കാനും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഹോബി നൈഫ് ഉപയോഗിക്കുന്നത്. എക്സൽ നൈഫ് കംസ് വിത്ത് അലുമിനിയം ഹാൻഡിൽ, 1 അൾട്രാ ഷാർപ്പ് ബ്ലേഡ് ആൻഡ് സേഫ്റ്റി ക്യാപ്പ്. ഒരു ഹോബി നൈഫ് എന്ന് പറയുന്നത് വരുന്നത് അലുമിനിയം ഹാൻഡിലാണ്. അലുമിനിയം ഹാൻഡിലും 1 അൾട്രാ ഷാർപ്പ് ബ്ലേഡ്, ഒരു അൾട്രാ ഷാർപ്പ് ബ്ലേഡ് ഉണ്ടായിരിക്കും. ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെ വളരെ എന്താണ് ഷാർപ്പ് ബ്ലേഡ് ഉണ്ടായിരിക്കും വിത്ത് അതിനൊരു സേഫ്റ്റി ക്യാപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ ബ്ലേഡ് എന്ന് പറയുന്നത് ഒരു അലുമിനിയം ഹാൻഡിൽ, ദെൻ ഒരു ഷാർപ്പ് ബ്ലേഡ്, പിന്നെ അതിന് ശേഷം ഒരു സേഫ്റ്റി ക്യാപ്പ്, അത് സുരക്ഷിതമായി വയ്ക്കാനുള്ളൊരു ക്യാപ്പും. അത്രയാണ് ഒരു ഹോബി നൈഫ് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നത് എന്തിനാണ്, കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ചെയ്തിട്ട് ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഹോബി നൈഫ് ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് പാനവൈസ് ജൂനിയർ ക്ലാമ്പ് അല്ലെങ്കിൽ അതിൻ്റെ PCB ഹോൾഡർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതൊക്കെ ഒരു ഓപ്ഷണൽ കേസാണ് ഉപയോഗിക്കുന്നത്. എ സ്മോൾ സ്റ്റേർഡി ക്ലാമ്പ് that can be rotated to almost any angle to hold work or tools. ആ വർക്കിനെ അല്ലെങ്കിൽ ആ ടൂളിനെ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, ഹോൾഡ് ചെയ്തിട്ട്
എത്ര വേണമെങ്കിൽ അതിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് താഴെ കാണിച്ചിരിക്കുന്ന ഫിഗറിൽ. ദ ജോസ് ഓഫ് ദിസ് ക്ലാംപ്സ് ആർ ഹീറ്റ് റെസിസ്റ്റൻസ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിൻ്റെ ജോസ് എന്താണ്, ഹീറ്റ് റെസിസ്റ്റൻ്റ് ആണ്. ഓപ്പൺ ടു 7/8 ഇഞ്ച് ആൻഡ് ഹാവ് എംബഡഡ് ഗ്രൂവ്സ് ടു ഹെൽപ്പ് ഹോൾഡ് സർക്യൂട്ട് ബോർഡ്സ്. അതിൻ്റെ ജോ സൈസ് എന്ന് പറഞ്ഞാൽ 7/8 ഇഞ്ച് സൈസാണ്. അതുപോലെ തന്നെ എന്താണ് അതിൻ്റെ എന്തുണ്ട്, ഗ്രൂവ്സ്, അതിനെ ഹോൾഡ് ചെയ്യാനുള്ള ഗ്രൂവ്സ് ഉണ്ടായിരിക്കും. ഫോർ എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഇറ്റ് ബി സെക്യൂർഡ് ടു എ വർക്ക് ബെഞ്ച് വിത്ത് മൗണ്ടിങ് സ്ക്രൂസ്. ഇതിൻ്റെ ഒരു എക്സ്ട്രാ ഫീച്ചർ എന്ന് പറയുന്നത് അതിനെന്ത് ചെയ്യാൻ പറ്റും, ഒരു മൗണ്ടിങ് സ്ക്രൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫിക്സ് ചെയ്യാൻ കഴിയും. നെക്സ്റ്റ് വരുന്നത് ESD സേഫ് വാക്വം പെൻ. ESD സേഫ് വാക്വം പെൻ. Suction and vacuum lifting and holding SMDs, glass wafers and small parts. ഇവിടെ സക്ഷൻ എന്ന് പറഞ്ഞാൽ സക്ക് ചെയ്തെടുക്കുക, അതുപോലെ വാക്വം ലിഫ്റ്റിംഗ്, വാക്വം ഉപയോഗിച്ചിട്ട് അത് എന്ത് ചെയ്യുക, ലിഫ്റ്റ് ചെയ്യുക. ഹോൾഡിങ് എസ് എം ഡി ഡിവൈസിനെ ഹോൾഡ് ചെയ്യുക. അതുപോലെ ഗ്ലാസ് വഫേഴ്സ്, സ്മോൾ പാർട്സിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, സക്ക് ചെയ്യാനും ലിഫ്റ്റിങ്ങിനൊക്കെ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ESD വാക്വം പെൻ ഉപയോഗിക്കുന്നത്. Vacuum handling tool that features with silicon vacuum cups for lifting small parts and components. ഇവിടെ വരുന്ന അതിൻ്റെ ഹാൻഡ്ലിംഗ് ടൂൾ എന്ന് പറയുന്നത് സിലിക്കൺ വാക്വം കപ്സ് ആണ്. അതെന്ത് ചെയ്യുന്നുണ്ട്, സ്മോൾ പാർട്സ് അല്ലെങ്കിൽ ചെറിയ പാർട്സിനെ അല്ലെങ്കിൽ അതേപോലെ ചെറിയ കമ്പോണൻസിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഉയർത്താൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കുന്നു, നമ്മുടെ വാക്വം പെൻ ഉപയോഗിക്കുന്നു. വാക്വം ഫ്രം ദ പെൻ വാക്ക് ഈസ് ജനറേറ്റഡ് ബൈ സിംപ്ലി പ്രസ്സിങ് ആൻഡ് റിലീസിങ് ദ വാക്വം റിലീസ് ബട്ടൺ. അപ്പോൾ ആ പെന്നിൽ എന്തിനേക്കും ഒരു വാക്വം റിലീസ് ബട്ടൺ ഉണ്ടായിരിക്കും. ആ വാക്വം റിലീസ് ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, അതിൽ പ്രസ് ചെയ്യുമ്പോഴും റിലീസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യും, അത് ഹോൾഡ് ആവുകയും ലിഫ്റ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. സോൾഡറിങ് ആൻഡ് ഡീസോൾഡറിങ് ടിപ്പ് ടെമ്പറേച്ചർ. സോൾഡർ ചെയ്യുന്നത്, അതുപോലെ ഡീസോൾഡറിങ് ടിപ്പ് ടെമ്പറേച്ചർ, തെർമോമീറ്റർ, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കമ്പോണൻറ്റ്. മെഷർ ടിപ്പ് ടെമ്പറേച്ചർ ക്വിക്ക്ലി വിത്ത് ഹൈ ആക്യുറസി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സോൾഡറിങ് ഗണ്ണിൻ്റെ ടിപ്പ് ടെമ്പറേച്ചർ പെട്ടെന്ന് മെഷർ ചെയ്യാനുള്ള ഇൻസ്ട്രുമെൻ്റ് ആണ് അവിടെ ഉപയോഗിക്കുന്ന തെർമോമീറ്റർ എന്ന് പറയുന്നത്. അത് വളരെ ഹൈ ആക്യുറസി, കൃത്യതയോടെ എന്ത് ചെയ്യാൻ പറ്റും, അത് അവിടുത്തെ ടെമ്പറേച്ചർ മെഷർ ചെയ്യും. ബെഞ്ച് ഫ്യൂം അബ്സോർബർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽപ്പ് ടു റിമൂവ് ഹാംഫുൾ ഫ്യൂം ഇൻ സോൾഡറിങ് ഏരിയ. ഒരു സോൾഡർ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഫ്യൂംസ്, ആ ഫ്യൂംസിനെ റിമൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ അബ്സോർബ് ചെയ്യുന്ന ആ ഡിവൈസാണ് എന്ത്, ബെഞ്ച് ഫ്യൂം അബ്സോർബർ എന്ന് പറയുന്നത്. ബെഞ്ച് ഫ്യൂം അബ്സോർബർ അവിടെ ഉണ്ടാകുന്ന ഫ്യൂമിനെ അബ്സോർബ് ചെയ്യാൻ വേണ്ടി, വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇതാണ് ബെഞ്ച് ഫ്യൂം അബ്സോർബർ. നെക്സ്റ്റ് റോ മെറ്റീരിയൽസ്. ഏതൊക്കെയാണ് റോ മെറ്റീരിയൽസ്? ഇപ്പോൾ നമ്മൾ കമ്പോണൻസ് പറഞ്ഞു, ഒരു സോൾഡറിങ്ങിന് ഉപയോഗിക്കുന്ന അത്യാവശ്യം കണ്ട കുറച്ച് കമ്പോണൻസിൻ്റെ പേര് പറഞ്ഞു. ഇനി റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ്? SMD PCB ബോർഡ്, അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. SMD PCB ബോർഡ്, അത് സിംഗിൾ സൈഡഡ് ഉണ്ട്, ഡബിൾ സൈഡഡ് PCB ബോർഡ് ഉണ്ടായിരിക്കും. ദിസ് പ്രോട്ടോടൈപ്പ് ബോർഡ് സപ്പോർട്ട് മോസ്റ്റ് കൈൻഡ് ഓഫ് SMD IC പാക്കേജ്. ചിത്രത്തിൽ തന്നിരിക്കുന്നതാണ് SMD IC പാക്കേജിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു PC ബോർഡാണ്. TQFP 32, അതായത് 32 എന്ന് പറയുമ്പോൾ 0.6 mm അതിൻ്റെ പിച്ച് വരുന്നത്. അതുപോലെ TQFP 48, TQFP 64, SOP 28 എന്ന് പറയുന്ന ആ കാറ്റഗറിയിലുള്ള എല്ലാ ഇതിനെയും ഉൾക്കൊള്ളുന്ന ഒരു ബോർഡ്. അതായത് സിംഗിൾ സൈഡ് ആയിരിക്കാം, ഡബിൾ സൈഡ് ആയിരിക്കാം. നെക്സ്റ്റ് ഡാമ്പ് സ്പോഞ്ച് വിത്ത് എ ഹോൾ. ഒരു ഡാമ്പ് സ്പോഞ്ച് വിത്ത് ഹോൾ, ഒരു ഹോളുള്ള ഒരു ഡാമ്പ് സ്പോഞ്ച്. അതെന്താണ്? എ ഹോൾ ഇൻ ദ മിഡിൽ ഗീവ്സ് യു ആൻ എഡ്ജ് ടു വൈപ്പ് ദി അയൺ ടിപ്പ് ഓൺ. അതായത് ഒരു ഹോൾ അവിടെ ഉണ്ടാക്കിയും ആ ഹോൾ സ്പോഞ്ചിൽ എന്തെങ്കിലും ഹോൾ ഉണ്ടാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അത് കഴിഞ്ഞാൽ ആ ടിപ്പ് ഒന്ന് ക്ലീൻ ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ പ്ലേസ് ഫോർ ദ യൂസ്ഡ് സോൾഡർ ടു ഫോൾ ഇൻ ടു
So you are not trying to clean the tip on the solder or debris. അവിടെ ഉണ്ടാകുന്ന നമ്മൾ ചെയ്തതിൻ്റെ ബാക്കി വരുന്ന ആ സോൾഡർ എന്ത് ചെയ്യാൻ പറ്റും, അതിലൂടെ പ്ലേസ് ചെയ്യാൻ ഒഴിവാക്കാൻ പറ്റും. We should wet the sponge using distilled water to avoid corrosion of the soldering iron bit. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും, എപ്പോഴും ഈ സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ആ സോൾഡറിങ് അയൺ ടിപ്പ് ഒന്ന് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ചിട്ട് ഒന്ന് ടിപ്പ് വെറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ എന്താണ് കൊറോഷൻ, അതായത് സോൾഡറിങ് അയണിൻ്റെ ടിപ്പിൽ എന്തുണ്ടാവില്ല, കൊറോഷൻ, തുരുമ്പ് വരില്ല. അപ്പോൾ ആ സ്പോഞ്ച് ഉപയോഗിച്ച് നമുക്ക് ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്താൽ അവിടുത്തെ കൊറോഷൻ ഒഴിവാക്കാൻ പറ്റും. നെക്സ്റ്റ് ഡ്രൈ ടിപ്പ് ക്ലീനർ. ഡ്രൈ ടിപ്പ് നേരത്തെ നമ്മൾ പറഞ്ഞ വെറ്റ് ടിപ്പ് ക്ലീനർ, കാരണം ഡിസ്റ്റിൽ വാട്ടർ ഉപയോഗിച്ച് സ്പോഞ്ച് ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, ആ ടിപ്പ് ക്ലീൻ ചെയ്യാൻ. ഇനി പറയുന്നത് ഡ്രൈ ടിപ്പ്. ഡ്രൈ ടിപ്പ് എന്ന് പറഞ്ഞാൽ ഡ്രൈ ആയിട്ടുള്ള, അതായത് വെറ്റല്ല, അതായത് വെള്ളത്തിൻ്റെ അല്ലെങ്കിൽ ലിക്വിഡ് അംശം ഇല്ലാത്ത ഇതാണ് ഡ്രൈ ടിപ്പ് ക്ലീനർ. എ സ്പോഞ്ച് റീപ്ലേസ്മെൻറ്റ്. ദീസ് സോഫ്റ്റ് മെറ്റൽ കോയിൽസ് ആർ കോട്ടഡ് വിത്ത് ഫ്ലക്സ് ആൻഡ് clean soldering iron tips without thermally shocking them like a wet sponge does. അപ്പോൾ നമുക്ക് ഒരു വെറ്റ് സ്പോഞ്ച് ചെയ്യുന്ന പോലെ വലിയ എന്താണ് ഒരു ഡ്രൈ ടിപ്പ് ക്ലീനറാണ്. ദിസ് ഹെൽപ്സ് ടു പ്രോലോങ് ടിപ്പ് ലൈഫ്. അതെന്താണ്, അതിൻ്റെ ടിപ്പ് ലൈഫ് കുറച്ചും കൂടി കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ എന്താണ് ആ വെറ്റ് ആകുമ്പോൾ എന്താണ് കൊറോഷൻ, കുറേ കഴിഞ്ഞാൽ അവിടെ കൊറോഷൻ സംഭവിക്കും. അപ്പോൾ കുറച്ചും കൂടി അതിന് സോൾഡിങ് അയൺ ടിപ്പിന് ആയുസ് നീട്ടി കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഒരു ഡ്രൈ ടിപ്പ് ക്ലീനർ ഉപയോഗിച്ചാൽ മതി. ഓൾസോ ദിസ് ക്ലീൻസ് മോർ എഫക്റ്റീവ്ലി ദാൻ എ സ്പോഞ്ച്. ഇതൊരു സ്പോഞ്ച് ക്ലീൻ ചെയ്യുന്നതിനേക്കാളും കൂടുതലായിട്ട് എന്ത് ചെയ്യും, ക്ലീൻ ചെയ്യും. ടു ക്ലീൻ ത്രസ്റ്റ് ദ അയൺ ഇൻ ടു ദ കോയിൽസ് എ ഫ്യൂ ടൈംസ്. എന്ത് ചെയ്യുക, കുറച്ച് നേരം ഫ്യൂ ടൈംസ് എന്ത് ചെയ്യുക, അതൊന്ന് ജസ്റ്റ് അതിൽ ത്രസ്റ്റ് ചെയ്യുക. ഈ ഫ്ലക്സ് നമ്മളറിയാം, നമ്മൾ എന്താ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ ഉണ്ടാവും. ആ ഓക്സൈഡ്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. ഫ്ലക്സ് ദ കീ ടു സർഫസ് എമൗണ്ട് സോൾഡറിങ്. അതായത് ഒരു സോൾഡറിങ്ങിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ആക്ഷൻ വഹിക്കുന്ന ആളാണ് ഫ്ലക്സ് എന്ന് പറയുന്നത്. ഫ്ലക്സ് റിമൂവ്സ് ഓക്സൈഡ് ഫ്രം മെറ്റൽ ദാറ്റ് പ്രിവെൻറ്റ് സോൾഡർ ഫ്രം ബോണ്ടിങ് ടു ഇറ്റ്. അതായത് സോൾഡർ നമ്മൾ കൊടുക്കുന്ന സമയത്ത്, ബോണ്ട് ചെയ്യാൻ കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടാകുന്ന ഓക്സൈഡിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. ആൻഡ് ഓൾസോ ഹെൽപ്സ് ടു ഡിസ്ട്രിബ്യൂട്ട് ഹീറ്റ്. അതുപോലെ തന്നെ അവിടെ ആ സോൾഡറിങ് ആണ് ഉപയോഗിക്കുന്ന സമയത്ത് ആ ഹീറ്റ് എല്ലാ ഭാഗങ്ങളിലേക്കും കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, ഫ്ലക്സ് ഉപയോഗിക്കുന്നത്. ഡ്യൂറിങ് ടിപ്പിക്കൽ സോൾഡറിങ് വിത്ത് ഫ്ലക്സ്-cored സോൾഡർ വയർ ഓൾ ദ ഫ്ലക്സ് യു നീഡ് ഈസ് കണ്ടെയ്ൻഡ് ഇൻ ദി സോൾഡർ. നമ്മൾ ടിപ്പിക്കലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോൾഡറിൽ നിന്ന് എന്തായിരിക്കും, ഫ്ലക്സും സോൾഡർ വയറിലും ഫ്ലക്സൊക്കെ ഉണ്ടായിരിക്കും. വെൻ ദ വയർ ടച്ചസ് എ ഹോട്ട് കണക്ഷൻ ദ ഫ്ലക്സ് ഫ്ലോസ് ഔട്ട്, ക്ലീൻസ് ദ ജോയിൻറ്റ് ആൻഡ് പ്രിവെൻറ്റ്സ് ഫർദർ ഓക്സിഡേഷൻ. നമ്മളെന്ത് ചെയ്യുക, വയർ ടച്ച് ചെയ്യുന്ന സമയത്ത്, ഒരു ഹോട്ട് കണക്ഷനിലേക്ക് വയർ ടച്ച് ചെയ്യുന്ന സമയത്ത് ഫ്ലക്സ് എന്തായാലും തുടങ്ങും, ഫ്ലോ ചെയ്യാൻ തുടങ്ങും. പിന്നെ ആ സർഫസ് ക്ലീൻ ചെയ്തിട്ട് അവിടെ ഉണ്ടാകുന്ന ഓക്സിഡേഷൻ എന്ത് ചെയ്യും, തടയും. In surface mount soldering, oftentimes solder is melted on the iron and then transferred to joint. നമ്മൾ SMD ചെയ്യുന്നത് അല്ലെങ്കിൽ ഏതൊരു സോൾഡറിങ് നമ്മൾ ചെയ്യുന്നത് അവിടെ എന്താണ്, ആ സോൾഡർ മെൽറ്റ് ചെയ്യും. ഫസ്റ്റ് അയൺ ഉപയോഗിച്ചിട്ട് ഫസ്റ്റ് മെൽറ്റ് ചെയ്തതിന് ശേഷം എന്താണ് ആ ജോയിൻറ്റിലേക്ക് കൊടുക്കുക ചെയ്യുന്നത്. ഡ്യൂറിങ് ദിസ് ടൈം ദ ഫ്ലക്സ് ക്വിക്ക്ലി ബോയിൽസ് ഓഫ് ആൻഡ് ബിക്കംസ് യൂസ്ലെസ്. സോ അഡീഷണൽ ഫ്ലക്സ് ഈസ് നീഡഡ് ഓൺ ദി കണക്ഷൻ. അപ്പോൾ നമ്മളവിടെ ഉണ്ടാകുന്ന സമയത്ത് സോൾഡറിങ് അയൺ ഉപയോഗിച്ച് സോൾഡർ നമ്മൾ ചൂടാക്കിയതിന് ശേഷം ആ ജോയിൻറ്റിലേക്ക് കൊടുക്കുന്ന സമയത്ത് അവിടെ എന്ത് ചെയ്യും, എക്സസ് ഫ്ലക്സ് വരും. ഫ്ലക്സ് കംസ് ഇൻ എ ലാർജ് വെറൈറ്റി ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ആൻഡ് ആപ്ലിക്കേഷൻ. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ആപ്ലിക്കേഷന് അല്ലെങ്കിൽ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്സ് എല്ലാം വരുന്നുണ്ട്. ഇറ്റ് ഈസ് റെക്കമെൻഡ് യൂസിങ് എ റോസിൻ ബേസ്ഡ്. നമ്മൾ ഉപയോഗിക്കുന്നത് റോസിൻ ബേസ്ഡ്. നമ്മൾ സോൾഡറിങ്ങിൻ്റെ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ വരുന്നുണ്ട്. അതിൽ നമ്മൾ പറഞ്ഞു റോസിൻ ബേസ്ഡ് ഫ്ലക്സ് എന്ന് പറഞ്ഞു. RMA റോസിൻ മൈൽഡ്ലി ആക്ടിവേറ്റഡ്. RMA ആണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. ക്ലീൻ ദ ഫ്ലക്സ് സൂൺ ആഫ്റ്റർ സോൾഡറിങ് ബിക്കോസ് ദ റെസിഡ്യൂസ് ക്വിക്ക്ലി ഹാർഡൻ. അവിടെ എക്സ്ട്രാ വരുന്ന ഫ്ലക്സ് ഒക്കെ പെട്ടെന്ന് എന്ത് ചെയ്യും, ഹാർഡൻ ചെയ്യും.
No clean fluxes have very low activation levels and are therefore less effective than activated flux but will work fine on clean parts. Solder paste with lead. Zero lead solder paste was developed specifically for the electronic benchtop and is ideal for rework, low volume production. Solder paste സീറോ ലെഡ് സോൾഡർ പേസ്റ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ബെഞ്ച് ടോപ്പ് വർക്കുകൾക്കാണ്, അതുപോലെ കുറഞ്ഞ പ്രൊഡക്ഷന് വേണ്ടിയിട്ട്. ദിസ് കൺസിസ്റ്റ് ഓഫ് ടൈനി സോൾഡർ ബോൾസ് ഫ്ലോട്ടിംഗ് ഇൻ ജെൽ ലൈക്ക് ഫ്ലക്സ്. ഇതിൽ ടൈനി സോൾഡർ ബോൾസ് ഉണ്ടായിരിക്കും, അത് ഫ്ലക്സ് പോലെ ഉണ്ടായിരിക്കും. വൺസ് പേസ്റ്റ് ഈസ് അപ്ലൈഡ് ടു ദി പാഡ്സ് ചിപ്സ് ആർ പേസ്ഡ് ഓൺ ടോപ്പ്. പേസ്റ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ചിപ്പ് പ്ലേസ് ചെയ്യും. ആൻഡ് ദ ബോഡി ഈസ് റീഫ്ലോഡ്. എന്നിട്ട് എന്ത് ചെയ്യും, ആ ബോർഡിൽ കൊടുത്തേക്ക് നമ്മൾ റീഫ്ലോ ചെയ്യും. റീഫ്ലോ എന്ന് പറഞ്ഞാൽ ആ പേസ്റ്റ് മെൽറ്റ് ചെയ്യുന്നതാണ് റീഫ്ലോ എന്ന് പറയുന്നത്. ഇൻ എ ടോസ്റ്റർ ഓവൻ വിത്ത് ഹോട്ട് എയർ. അപ്പോൾ നമ്മൾ ഒരു സോൾഡറിങ് അല്ലെങ്കിൽ ഒരു SMD വർക്ക് ചെയ്യുന്നത് അത് നമ്മൾ എന്ത് ചെയ്യാം, ആ ചിപ്പ് ഏതാണോ IC വരുന്നത് ആ ചിപ്പ് നമ്മൾ എടുത്തിട്ട് ഈ പേസ്റ്റിൽ മുക്കിയതിന് ശേഷം ആ പാഡിൽ വെക്കും. പാഡിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ടോസ്റ്റ് അല്ലെങ്കിൽ അവിടെ ഒരു ഹോട്ട് എയർ ഉപയോഗിച്ച് നമ്മൾ അതിലേക്ക് റീഫ്ലോ ചെയ്യണം. ആ റീഫ്ലോ ചെയ്യുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത്, അവിടെ സോൾഡറിങ് പ്രോസസ്സ് നടന്നിട്ട് എന്ത് ചെയ്യുന്നത്, അവിടെ ഫിക്സ് ആവുന്നത്. ഫോം സ്വാബ്സ് ആൻറ്റിസ്റ്റാറ്റിക്. ആസിഡ് ബ്രഷസ്, സ്ക്രബ് ബ്രഷസ് ഫോർ PCB board repair and rework through hole plated through cleaner brushes, flux brushes. നമ്മൾ വേറെ വരുന്നതാണ് ആസിഡ് ബ്രഷ്, അതുപോലെ സ്ക്രബ് ബ്രഷ് ഒക്കെ വരുന്നത്. Applicator brushes are essential tool in labs and at the bench for cleaning and scrubbing away flux from the circuit board with the solvent to remove flux, especially with the plated through hole chips. ഇവിടെ നമ്മൾ ചെയ്തു സോൾഡറിങ് ചെയ്യുന്ന സമയത്ത് അവിടെ എക്സ്ട്രാ വരുന്ന ഫ്ലക്സിനൊക്കെ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തന്നെ അപ്ലിക്കേറ്റർ ബ്രഷസും ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആസിഡ് ബ്രഷസും ഉപയോഗിക്കുന്നത്. അതായത് അവിടെ ക്ലീൻ ചെയ്യുക, സ്ക്രബ് ചെയ്യുക, ഒക്കെ അവിടെ ക്ലീൻ ചെയ്യാനും സ്ക്രബ് ചെയ്യാനൊക്കെയാണ് എന്ത് ഉപയോഗിക്കുന്നത്, അപ്ലിക്കേറ്റർ ബ്രഷ്. അതായത് എക്സ്ട്രാ വരുന്ന ആ ഫ്ലക്സിനൊക്കെ എന്താ അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി, റബ്ബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ബ്രഷസാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അത് ഉപയോഗിക്കുന്നത് നമ്മൾ ഒരു സോൾഡറിങ് ജോയിൻറ്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എക്സ്ട്രാ വരുന്ന ഭാഗങ്ങളൊക്കെ ക്ലീൻ ചെയ്യാനും സ്ക്രബ് ചെയ്ത് കളയാനും ഒക്കെ ഉള്ള പലതരത്തിലുള്ള ബ്രഷസാണ്, ആസിഡ് ബ്രഷസൊക്കെയാണ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. ഇനി ഡീസോൾഡറിങ് ബ്രേഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം. കാരണം എന്താണ്, സോൾഡർ ചെയ്ത ആ ജോയിൻറ്റ് നമ്മൾ ആ സോൾഡറിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഡീസോൾഡറിങ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ ജോയിൻ ചെയ്തു, ആ ജോയിൻ ചെയ്യുന്ന സോൾഡറിങ് എന്ന് പറഞ്ഞു. ആ സോൾഡർ ചെയ്ത ഭാഗം നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ നമുക്കത് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഡീസോൾഡർ ചെയ്യും. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ഡീസോൾഡറിങ് ബ്രേഡ് എന്ന് പറയുന്നത്. ഡീസോൾഡറിങ് ഈസ് റിക്വയർഡ് വെൻ ഇലക്ട്രോണിക് കമ്പോണൻറ്റ്സ് need to be removed from a circuit, usually because they are faulty. എന്തെങ്കിലും നമ്മൾ ചെയ്ത ഒരു സർക്യൂട്ടിൽ എന്തെങ്കിലും ഒരു പ്രോബ്ലം വരിക അല്ലെങ്കിൽ ഒരു ഫോൾട്ട് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ഫോൾട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഡീസോൾഡറിങ് ചെയ്യുന്നത്. ഇറ്റ് മേ സംടൈംസ് ബി നെസസറി ഡ്യൂറിങ് ടെസ്റ്റിംഗ് ആൻഡ് അസംബ്ലി. ഇത് ചില സമയത്ത് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ അസംബ്ലി ചെയ്യുന്ന സമയത്ത് മസ്റ്റായിട്ട് ചെയ്യുന്നതാണ്. ഇഫ് wrong parts has been fitted or modification has to be made. അപ്പോൾ നമ്മൾ അസംബിൾ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ അവിടെ ഉണ്ടാകുന്ന റോങ് പാർട്സ്, ഇപ്പോൾ ഏതെങ്കിലും കണക്ഷനിൽ ഉണ്ടാകുന്ന ആ പ്രോബ്ലം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീസോൾഡർ ചെയ്യാൻ പറ്റും. ടു പ്രൊഫഷണലി റിമൂവ് സോൾഡർ ഫ്രം എ സർക്യൂട്ട് യു വിൽ നീഡ് ഫോർ ദി ഫോളോയിങ് മെറ്റീരിയൽസ്. അപ്പോൾ നമുക്ക് ഒരു പ്രൊഫഷണലി നമ്മൾ ഒരു സോൾഡർ റിമൂവ് ചെയ്യണമെങ്കിൽ നമുക്ക് താഴെ പറയുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ട്. നമുക്കറിയാം ഏതൊക്കെയാണ് കാര്യങ്ങളുള്ളത്, നമ്മൾ മുമ്പ് പഠിച്ചുള്ള കാര്യങ്ങളാണ്. ഒന്ന് ഡീസോൾഡറിങ് ബ്രേഡ് അല്ലെങ്കിൽ സോൾഡറിങ് അയൺ. അവിടെ വരുന്ന രണ്ട് ഭാഗങ്ങളാണ് ഡീസോൾഡറിങ് ബ്രേഡും സോൾഡറിങ് അയൺ.
സ്റ്റെപ്പ് 1, ചൂസിങ് ദ റൈറ്റ് ബ്രൈഡ്. നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് കറക്റ്റ് ബ്രൈഡ് സെലക്ട് ചെയ്യണം. ചൂസ് എ ബ്രൈഡ് വിത്ത് ദി മാച്ച് സൈസ് ഓഫ് ദ സോൾഡർ ബീഡ് ടു ബി റിമൂവ്. ഏത് സോൾഡർ പോർഷനാണോ നമുക്ക് റിമൂവ് ചെയ്യേണ്ടത് അതിൻ്റെ സൈസിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം? ബ്രൈഡ് സെലക്ട് ചെയ്യണം. ഇഫ് ദർ ആർ മെനി സ്മോൾ ബീഡ്സ്, ചൂസിങ് എ വൈഡർ ബ്രൈഡ് വിൽ ഓൾസോ സ്പീഡ് അപ്പ് ദ ഡിസോൾഡിങ് പ്രോസസ്സ്. ഒരുപാട് ഭാഗം നമുക്ക് ഇപ്പോൾ ചിപ്പൊക്കെ ഐസിയൊക്കെ കണക്ട് ചെയ്യുന്നതിന് ഒരു എല്ലാ ഭാഗങ്ങളും നമുക്ക് ഡിസോൾഡർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? കുറച്ച് വലിയ ബ്രൈഡ് എടുക്കുക. ആ ബ്രൈഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യുമ്പോൾ എന്താ കുറച്ചും കൂടി ഡിസോൾഡിങ് പ്രോസസ്സിൻ്റെ ടൈം കുറയ്ക്കാൻ പറ്റും. സ്റ്റെപ്പ് 2, യൂസിങ് ദി ബ്രൈഡ്. എങ്ങനെ യൂസ് ചെയ്യുന്നത്? ഹീറ്റ് അപ്പ് സോൾഡറിങ് അയൺ. ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? സോൾഡറിങ് അയൺ ഹീറ്റ് ചെയ്യുക. പ്ലേസ് സൂപ്പർ വീക്ക് ഓൺ ദി സോൾഡർ ബീഡ്. ആ സൂപ്പർ വീക്ക് എന്താണ് ബ്രൈഡ് നമ്മൾ എന്ത് ചെയ്യുക? സോൾഡർ ബീഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോൾഡർ ചെയ്ത പോയിൻ്റ്, ആ പോയിൻറ്റിൻ്റെ മുകളിൽ വയ്ക്കുക. പ്ലേസ് ദ ഹീറ്റ് സോൾഡർ ഓൺ ടു ബ്രൈഡ്. ആ ബ്രൈഡിൻ്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്തുള്ള സോൾഡർ വയ്ക്കുക. മോൾട്ടൺ സോൾഡർ ഈസ് ഡ്രോൺ അപ്പ് ബൈ കാപ്പിലറി ആക്ഷൻ ഇൻ ടു ദി ബ്രൈഡ്. അവിടെ കാപ്പിലറി ആക്ഷൻ മുഖേന അവിടെ മോൾട്ടൺ സോൾഡർ, അതായത് ഉരുകിയിട്ടുള്ള ആ സോൾഡർ എന്ത് ചെയ്യും? വിഡ്രോ ചെയ്യും. കെയർഫുൾ നോട്ട് ടു ഓവർ ഹീറ്റ്. എന്ത് ചെയ്യണം? ഓവർ ഹീറ്റ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഓർ ഡ്രാഗ് വിസ്കേഴ്സ് ഓഫ് സോൾഡർ ഓവർ ദി ബോട്ട്, നോട്ട് ലെറ്റ് ദ ബ്രൈഡ് സോളിഡിറ്റി ഓൺ ദി ജോയിൻറ്റ്. അവിടെ ഓവർ ഹീറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? കണക്ഷനെ മൊത്തം ബാധിക്കും. ഓൾവേസ് റിമൂവ് ബ്രൈഡ് ആൻഡ് സോൾഡർ അയൺ ടുഗദർ ഇൻ എ വെർട്ടിക്കൽ മോഷൻ. ഒരു വെർട്ടിക്കൽ മോഷൻ എന്ത് ചെയ്യണം? റിമൂവ് ചെയ്യണം. അതിൽ വരുന്ന പ്രോസസ്സാണ് മൂന്നാണ് ഹീറ്റ് അപ്പ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ ചൂടാക്കുക. പ്ലേസ് സൂപ്പർ വീക്ക് ഓൺ ടു സോൾഡർ ബീഡ്. സോൾഡർ ബീഡിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. പ്ലേസ് ഹീറ്റർ സോൾഡർ അയൺ ഓൺ ടു ബ്രൈഡ്. അയണ് സോൾഡർ ബ്രൈഡിൻ്റെ പുറത്ത് വയ്ക്കുക. ഇത് ഫിഗറായിട്ടാണ് കാണിച്ചത്. മാച്ച് ദ ബീഡ് ടു ബ്രൈഡ്. സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ റൈറ്റ് ബ്രൈഡ് സെലക്ട് ചെയ്യുക. അപ്പോൾ റൈറ്റ് ബ്രൈഡ് പല സൈസിലുള്ളതുണ്ട്. അപ്പോൾ നമ്മൾ ഏതാണെന്നുള്ളത് മാച്ച് ചെയ്യുക. 1 വൈഡ് ബ്രൈഡ് സ്യൂട്ടബിൾ ഫോർ മെനി സ്മോൾ. അപ്പോൾ ഒരുപാട് ചെറിയ ബ്രൈഡ്സ് ഉണ്ട്, ചെറിയ ബീഡ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു വലിയ എന്താണ് ബ്രൈഡ് കൊണ്ട് ഒറ്റ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ഡിസോൾഡറിങ് പ്രോസസ്സ് നമുക്ക് കുറച്ചും കൂടി എന്തായിരിക്കും? എളുപ്പം. ഓരോന്നും ചെയ്യുന്നതിന് പകരം കുറേ എണ്ണം നമുക്ക് എന്ത് ചെയ്യും? ഒരൊറ്റ ഇതിൽ ചെയ്യാൻ പറ്റും. രണ്ടാമത്തേതാണ് യൂസിങ് ദ ബ്രൈഡ്. യൂസിങ് ദ ബ്രൈഡ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഹീറ്റ് അപ്പ് സോൾഡറിങ് അയൺ. സോൾഡറിങ് അയൺ ആദ്യം ചൂടാക്കുക. ദെൻ പ്ലേസ് സൂപ്പർ വീക്ക് ഓൺ സോൾഡർ ബീഡ്. ആ വീക്ക് സൂപ്പർ വീക്ക് എന്ത് ചെയ്യുക? നമ്മൾ ഏതാണോ ബീഡ് ആ ബീഡിൻ്റെ പുറത്ത് വയ്ക്കുക. ദെൻ പ്ലേസ് ഹീറ്റഡ് സോൾഡർ അയൺ ഓൺ ടു ബ്രൈഡ്. ദെൻ ഹീറ്റായിട്ടുള്ള സോൾഡർ അയൺ എന്ത് ചെയ്യുക? ആ ബ്രൈഡിൻ്റെ മുകളിൽ ഫിക്സ് ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഡിസോൾഡിങ് ബ്രൈഡ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കമ്പോണൻസും റോ മെറ്റീരിയൽസൊക്കെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. വളരെ സിമ്പിളായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.